ഗൾഫ് രാജ്യങ്ങളിൽ വ്യാജ കമ്പനികൾ രൂപീകരിച്ച കോടികളുടെ തട്ടിപ്പ്. ഗൾഫ് വിസയും ഓസ്ട്രേലിയയിൽ PR-ഉം വാഗ്ദാനം ചെയ്തുള്ള സാമ്പത്തിക ചൂഷണം. കായംകുളം സ്വദേശികളായ ബിജു ബാലയും ഭാര്യ രശ്മിയും ആള് നിസ്സാരക്കാരല്ല. മാട്രിമോണിയൽ സൈറ്റ് വഴി അവിവാഹിതരായ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച് അവരെ കബളിപ്പിക്കുന്നതും ബിജുവിൻ്റെ മറ്റൊരു തട്ടിപ്പ് രീതിയാണ്. ഈ ദമ്പതികൾക്കെതിരെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ബഹ്റൈനിൽ വ്യാജ കമ്പനി നിർമ്മിച്ച് 201 ലാപ്ടോപ്പുകൾ വാങ്ങി മറിച്ചു വിറ്റ് പണം തട്ടിയതായും പരാതിയിൽ പറയുന്നു. തട്ടിപ്പിന് ശേഷം എറണാകുളത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന ദമ്പതികളെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് സംസ്ഥാനത്തൊട്ടാകെ ഇവർക്കെതിരെ പരാതിയുമായി ആളുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെത്തിയത്. പറ്റുന്നൊരു സംഭവം. ബിറ്റി എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവരുടെ ഭർത്താവും കൂടെ കായംകുളത്തുള്ളതാണ്. ഇത് നിങ്ങൾ ശരിക്കും പോയിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങളിത് റിപ്പോർട്ട് കൊടുക്കണം. അവർ ഒരു വസ്തു വിറ്റ് കിട്ട 40 ലക്ഷം രൂപ ഖത്തറിലേക്ക് കൊണ്ട് ചെന്നിട്ട് ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവൻ പൈസ വാങ്ങിയത് പറ്റിച്ചിട്ട് തിരിച്ചിവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പൈസ ചോദിച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരു ബാറിൽ വിളിച്ചു വരുത്തിയിട്ട് ഇവൻ കത്തിയെടുത്തിട്ട് കയ്യിൽ കുത്തി മുറിവേൽപ്പിച്ചതിന് ശേഷം ഇവരുടെ പൈസയും പോയി. ഈ സ്ത്രീയും ഇവരുടെ ഭർത്താവും 30 ദിവസം കണ്ട് ജയിലിലുമായി. ഗൾഫ് രാജ്യങ്ങളിൽ വ്യാജ കമ്പനികൾ ഉണ്ടാക്കി സാധനങ്ങൾ വൻതോതിൽ വാങ്ങിക്കൂട്ടുകയും പിന്നീട് അവ മറിച്ചുവിറ്റ് കമ്പനി പൂട്ടി മുങ്ങുന്നതുമായിരുന്നു ദമ്പതികളുടെ പ്രധാന രീതി. ബിസിനസ് തട്ടിപ്പിനു പുറമെ വൈകാരികമായും ഇവർ ആളുകളെ ചൂഷണം ചെയ്തിരുന്നു. അവിവാഹിതരായ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച് വിവാഹ വാഗ്ദാനം നൽകി അവരുടെ സമ്പാദ്യവും ഭൂമി വിറ്റ പണവും തട്ടിയെടുത്തതായും പരാതിയിലുണ്ട്. കോഴിക്കോട് സ്വദേശിയായ ഒരു സ്ത്രീയിൽ നിന്ന് ഇത്തരത്തിൽ 85 ലക്ഷം രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. കൂടാതെ ഖത്തർ ലോകകപ്പ് സമയത്ത് മെസ് തുടങ്ങാമെന്ന് വിശ്വസിപ്പിച്ച് കായംകുളം സ്വദേശിയിൽ നിന്ന് 40 ലക്ഷം രൂപയും ഇവർ കൈക്കലാക്കുകയായിരുന്നു. ഇവർക്കെതിരെ പരാതി നൽകാൻ മുതിർന്നവരെ പ്രതിരോധിക്കാൻ സ്വന്തം ശരീരത്തിൽ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ച് പോലീസിൽ കള്ളപ്പരാതി നൽകുന്ന വിചിത്രമായ രീതിയും ഇവർക്കുണ്ടായിരുന്നുവെന്ന് ഇരയായവർ വെളിപ്പെടുത്തുന്നു. ഒരു തങ്ങള്, ഒരു നിക്സൺ, ഇവർ തങ്ങളെ 40 ലക്ഷം രൂപ കണ്ട് പറ്റിച്ചിട്ടുണ്ട്. ഈ തങ്ങളും എല്ലാം കൂടെ എറണാകുളത്ത് നിന്ന് ഏതോ റിസോർട്ട്, എനിക്ക് ഓർമ്മയില്ല, അത് ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ DSP വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇത് കള്ളമാണ്, ഇതിങ്ങനെയല്ല. പക്ഷേ അന്നേരത്തേക്ക് ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഇവരെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ റിസോർട്ട് വിളിച്ച് വരുന്നതിന് ശേഷം ബിയർ കുപ്പി പൊട്ടിച്ചിട്ട് ശരീരത്തിൽ കുത്തി കയറ്റിയിട്ട് ഇവനെ ഇവളും കൂടെ കൊണ്ട് ചെന്നിട്ട് രശ്മിയും ബാലനും കൂടെ കൊണ്ട് ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചെന്നിട്ട് കേസ് കൊടുത്ത് വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ കൊല്ലാൻ ശ്രമിച്ചു, റാണ്ടം മണി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. ഗൾഫ് രാജ്യങ്ങളിൽ വ്യാജ കമ്പനികൾ രൂപീകരിച്ച് വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ കായംകുളം സ്വദേശികളായ ബിജു ബാലയും രശ്മിയും പോലീസ് പിടികൂടിയിരുന്നു. ഗൾഫ് വിസയും ഓസ്ട്രേലിയയിൽ PR ലഭ്യമാകാമെന്ന വ്യാജ വാഗ്ദാനം നൽകി കേരളത്തിൽ നിന്നുള്ള നിരവധി പേരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തതായും കണ്ടെത്തി. കൊട്ടാരക്കര പുയപ്പള്ളി സ്വദേശി ബിജു N എന്ന ആളിൽ നിന്നും 10.5 ലക്ഷം തട്ടിയ കേസിലാണ് ദമ്പതികൾ ഒടുവിൽ പിടിയിലാകുന്നത്. ഇവർക്കെതിരെ വിദേശ രാജ്യങ്ങളിലും തട്ടിപ്പ് കേസുകൾ ഉണ്ടെന്ന് ബിജു പറയുന്നു. ഈ തവണ ബഹ്റൈനിൽ പോയിട്ട് ചെയ്തതെന്താ വെച്ചാൽ ഈ 200 ലാപ്ടോപ്പ് വാങ്ങി അവരെന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞതാണ്, അവരുടെ നമ്പറെല്ലാം ഞാൻ തരാം, എല്ലാം ജെനുവിനാണിത്. വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ വ്യാഴാഴ്ച ബാങ്ക് ടൈം കഴിയുന്നവരെ ചെക്ക് കൊടുക്കാനായിട്ട് താമസിപ്പിച്ചു. ബാങ്ക് ടൈം കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച ചെക്ക് കൊടുത്തു. അന്നേരം വ്യാഴാഴ്ച ക്ലിയറൻസിന് പോയി കഴിഞ്ഞാൽ അന്ന് ക്ലിയർ ആകത്തില്ല. വെള്ളി ശനി അവിടെ അവധി. ഞായറാഴ്ച ചെക്ക് റിട്ടേൺ ആക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ വ്യാഴാഴ്ച തന്നെ ഈ ലാപ്ടോപ്പും സാധനങ്ങളും 6 കോടി രൂപയുടെ തട്ടിപ്പോടെ നടത്തിയതാണ് അറിഞ്ഞത്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. അന്നേരം ഈ വെള്ളിയാഴ്ച എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പ് ഈ പറയുന്ന കണക്ക് 20% 30% മാർക്കറ്റ് വിലയേക്കാളും കുറച്ചും കൊടുത്തു, പൈസയാക്കി. ആ വെള്ളിയാഴ്ച തന്നെ അവിടെ നിന്ന് കയറി. ആ ആൾക്കാരെ ചെക്കുകളും കാര്യങ്ങളുമാണ് കൊടുത്തേക്കുന്നത്. ഇപ്പം ദുബായിലുള്ള ഏതോ ഡെമ്മി കമ്പനിയുടെ ചെക്ക് കൊടുത്തിട്ട് അത് വേറെ പർച്ചേസ് നടത്തിയെന്ന് പറഞ്ഞിട്ടുള്ള വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയി ജോലിയും പെർമനന്റ് റെസിഡൻസിയും വാങ്ങി നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ബിജുവിന്റെ സുഹൃത്ത് മുഖേനയാണ് ദമ്പതികളെ പരിചയപ്പെടുന്നത്. ഓസ്ട്രേലിയയിൽ ഉയർന്ന കമ്പനി നടത്തുന്നവരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുള്ള ദമ്പതികളുടെ ഫോൺ കോളിൽ ബിജു കുടുങ്ങുകയായിരുന്നു. ബാങ്ക് അക്കൗണ്ട് വഴിയും പേടിഎം വഴിയും ലക്ഷങ്ങൾ പ്രതികൾ കൈക്കലാക്കിയിരുന്നു. തുടർന്ന് വീട്ടിലെത്തി 10,50,000 കൈമാറി. തുടർന്നാണ് തട്ടിപ്പാണെന്ന് ബോധ്യമാവുകയും ബിജു N പരാതി നൽകുകയും ചെയ്തത്. ന്യൂസ് 18 കൊല്ലം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.